ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പോവാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് പീക്കായ മീശപ്പുലിമലയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മീശപ്പുലിമല പോകുന്നില്ല, നാളെ ആയിരിക്കും നമുക്ക് മീശപ്പുലിമല ട്രക്കിംഗ് വരുന്ന ഒരു 2 ഡേ പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവിടെ എന്തൊക്കെ കാഴ്ചകളുണ്ട് ഒക്കെ നിങ്ങളെ ഇന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എന്നെ യാത്രയാക്കാൻ നിൽക്കുന്ന രണ്ടുപേരാണ്. ബൈ 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 ബൈ. രാവിലെ ബസ് സ്റ്റോപ്പിലാക്കിയത് ഇവളാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെയൊക്കെ പള്ളിപ്പെരുന്നാളിന് ടൗണൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ബസ് വന്നു, ഞാൻ ബസ്സിൽ കയറി സീറ്റിംഗ് കിട്ടിയിട്ടോ. അത് കഴിഞ്ഞ് തൊടുപുഴ എത്തിയിട്ട് ഈ ഒരു ബസ്സിനാണ് ഞാൻ അടിമാലിക്ക് പോകുന്നത്. ഗൈസ്, ഇതാണ് നമ്മുടെ ഇടുക്കിയുടെ കവാടം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന നേരിമംഗലം പാലം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടിമാലി എത്തി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി മൂന്നാർ എത്താറായിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മൂന്നാറിൽ നമ്മുടെ ഗസ്റ്റിനെല്ലാം പിക്ക് ചെയ്തിട്ട് നമ്മളിതേ പോകുന്നത് മീശപ്പുലിമലേൻ്റെ എൻട്രി പാസ് എടുക്കുന്ന ഗാർഡനിലേക്കാണ് കേട്ടോ. ഇവിടാണ് KFDCൻ്റെ ഓഫീസ്. ഈ ഒരു ഗാർഡനിൽ ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടും കാണാത്തതൊക്കെ ആയ ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ പാസ്സൊക്കെ എടുത്തിട്ട് നമ്മളിത് നേരെ പോകുന്നത് സൈലന്റ് വാലിയിലേക്കാണ്. സൈലന്റ് വാലി പാസ് ചെയ്ത് വേണം നമുക്ക് മീശപ്പുലിമലയുടെ ബേസ് ക്യാമ്പിലെത്താൻ. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇടുക്കിയുടെ സൈലന്റ് വാലി. കഴിച്ചിട്ട് നമ്മളെ ചായക്കടയിലെ ചേച്ചി പേരെന്താ? അപ്പൊ നമ്മൾ സൈലന്റ് വാലിയിൽ ഇറങ്ങിയിട്ട് മുത്തോണന്റെ ചായക്കടയിൽ നിന്ന് ഒരു ചായയെ കുടിച്ചിട്ടുണ്ട് ബേസ് ക്യാമ്പിലേക്ക് പോവാ. അപ്പം നമ്മൾ ഏകദേശം ഒരു 1:30 ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മീശപ്പുലിമലേൻ്റെ ബേസ് ക്യാമ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ പരിപാടി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് നേരെ ടെൻറ്റ് അലോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ടെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇവരെല്ലാം ഇങ്ങനെ വരുന്നത്. നിങ്ങളുടെ കോർഡിനേറ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്നാലും നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞല്ലോ. ടെൻ്റ് കൊടുത്തതിന് ശേഷം അടുത്ത് നമ്മുടെ പരിപാടി ഫുഡാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഉച്ചയ്ക്കത്തെ ഒരു മെനുവേ. അതിനുശേഷമാണ് നമുക്ക് വാട്ടർഫോൾ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതേ അടുത്ത നമ്മൾ പോകുന്നത് വാട്ടർഫോൾസിലേക്കാണ്. കുറിഞ്ഞി വാട്ടർഫോൾസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ആയിട്ടുള്ള അടിപൊളി സ്പോട്ടാണ് കേട്ടോ അത്. ഗൈസ്, അപ്പം നമ്മൾ മീശപ്പുലിമലയുടെ ഫസ്റ്റ് ഡേ ആയ ബേസ് ക്യാമ്പിലെത്തി. എന്നിട്ട് ഇനി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 4 കിലോമീറ്റേഴ്സ് അപ്പ് ആൻഡ് ഡൗണിൽ ഒരു വാട്ടർഫോൾ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ ആ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ഇത് എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ഞാനിങ്ങനെ ബാക്കിൽ നിൽക്കുകയാണ്. സോ നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുറിഞ്ഞി വാട്ടർഫോൾസ്. മഴക്കാലം അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു വെള്ളം. പക്ഷെ നമ്മൾ കുളിക്കാനൊക്കെയുള്ള സ്പോട്ട് ഉണ്ട്. അതുപോലെ തന്നെ മഴക്കാലം ആയിക്കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ്. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ റോഡോഡെൻഡ്രോൺ, നമ്മുടെ നേപ്പാളിലെ നാഷണൽ ഫ്ലവർ ആണ് ഇത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെത്തേക്കും എല്ലാവരും തിരിച്ചു. അതായത് നമുക്കിനി ബേസ് ക്യാമ്പിൽ പോയി ചായയൊക്കെ കുടിച്ചിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് ഒരു ക്യാമ്പ് ഫയർ ഉണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഡേ 1 എന്നാണ്. ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും പക്കായിട്ട് കഴിഞ്ഞു. ഇതാണ് സ്ലീപ്പിംഗ് ബാഗ്. അപ്പോൾ നമ്മൾ ടെൻറ്റിൽ നൈറ്റ് കിടക്കുമ്പോൾ ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് യൂസ് ആയിരിക്കും കിടക്കുന്നത്. നാളെ രാവിലെ 5 മണിക്ക് നമ്മൾ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ ഡേ 1 ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഡേ 2 നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. മീശപ്പുലിമല വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ സ്റ്റേ എന്നൊക്കെ പറഞ്ഞാൽ ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ 2 men 3 men ഒക്കെ ആയിട്ടുള്ള സ്റ്റേ ഉണ്ട്. അപ്പം ഇന്നത്തെ ഡേ ഇവിടെ കഴിയാണ്. നാളത്തെ ഡേ വീണ്ടും നമുക്ക് മീശപ്പുലിമല കാണാം.